ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ മനോഹർ വാങ്ങിച്ചത് 2 ജോഡി ഡ്രസ്സായിട്ട് കിരൺ സരയുവിന്റെ മോൾക്ക് കൊടുക്കുന്നുണ്ട്. അത് സരയു കൈയോടെ പിടിക്കാണ്. മനോഹർ വാങ്ങിച്ചതാണ്, കിരൺ വാങ്ങിച്ചതെന്ന് കിരൺ അവിടെ നിന്ന് ആട്ടി ഓടിക്കുകയാണ് സരയു. ശേഷം അമ്മയടുത്ത് പറയുന്നുണ്ട്, നമ്മുടെ ഗതികേട് കൊണ്ടാണ് നമ്മൾ ഇവിടെ നിൽക്കേണ്ടി വന്നത്. പക്ഷെ ഒരുപാട് ഗതികേട് അയക്കാനെ ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണം, അതിനൊരു മടിയും വിചാരിക്കേണ്ട. എനിക്ക് അവന്റെ കമ്പനിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലി സെയിൽസ് സ്കില്ലായിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ജോലിക്ക് ഞാൻ പോയിക്കോളാം. നിങ്ങൾ വല്ല വീട്ടുപണിക്കോ അടുക്കള പണിക്കോ പോയിട്ട് നിങ്ങളും പൈസ ഉണ്ടാക്കണം, നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ അത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് സരിയു അവിടെ നിന്ന് പോകുന്നുണ്ട്. ഷാരി പറഞ്ഞിട്ട് അത് ഞാൻ എന്തായാലും ചെയ്തോളാം മോളെ, എനിക്കൊരു കുഴപ്പമില്ല. എന്നാലും അവൻ വാങ്ങിച്ച ഡ്രസ്സ് ഞാൻ എന്റെ കൈ കൊണ്ട് തൊട്ടല്ലോ, ആ ഒരു കുറ്റബോധമാണ് എനിക്കെന്ന് ഷാരി പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ഭാഗത്തോടെയാണ് നമ്മുടെ ശനിയാഴ്ചത്തെ എപ്പിസോഡ് തീർന്നത്. അങ്ങനെ കിരൺ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴേക്കും കല്യാണി ചോദിക്കേണ്ടത്, എന്ത് പറ്റി കിരണേട്ടാ, മുഖം ആകെ വിഷമിച്ചിരിക്കുന്നുണ്ടല്ലോ. ഒന്നും പറയണ്ട കല്യാണി, ഞാൻ മനോഹർ വാങ്ങിച്ചത് ആ 2 ജോഡി ഡ്രസ്സ് ഉണ്ടല്ലോ, അതായിട്ട് സരയുവിന്റെ അടുത്തേക്ക് പോയായിരുന്നു. അപ്പൊ അമ്മയും അച്ഛനും റൂമിലുണ്ടായിരുന്നു. അവരുടെ കുഞ്ഞിനെ ഡ്രസ്സ് എടുത്തപ്പോ അവർക്ക് ഭയങ്കര സന്തോഷമായി. കുഞ്ഞിനെ ആ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കാൻ വേണ്ടി അവർ തുടങ്ങുന്ന സമയത്താണ് ഞാൻ മുകളിലേക്ക് പോയത്. അച്ഛനും അമ്മയടുത്ത് നമ്മുടെ കാർത്തികയുടെ വിവാഹക്കാരെയൊക്കെ പറയുന്ന സമയത്ത് അറിയാണ്ട് എന്റെ വായെന്ന് ഞാൻ പറഞ്ഞു പോയി, മനോഹർ 2 ജോഡി ഡ്രസ്സ് തന്നു, എന്നിട്ട് ഞാൻ അത് സരയുവിന്റെ കുഞ്ഞിനെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞു പോയി. അമ്മയാണെന്നുണ്ടെങ്കിൽ നീ മനോഹർ ICUല് കിടക്കുന്ന സമയത്ത് മനോഹറിനെ കാണിക്കാൻ വേണ്ടി കുഞ്ഞിനെയും കൊണ്ട് പോയില്ലേ, ആ കാര്യം അമ്മ പറയുകയും ചെയ്തു. ഇതെല്ലാം തന്നെ സരയു കേൾക്കുന്നുണ്ടായിരുന്നു. അയ്യോ, എന്നിട്ടെന്താ, അവൾ എന്നെ വിളിച്ചോണ്ട് നേരെ പിന്നാമ്പുറത്തേക്കാണ് പോയത്. ആ ഡ്രസ്സ് നിലത്തേക്കിട്ട് അത് കത്തിച്ചു കളയാണ് ചെയ്തത്. ഒരു കാര്യം ഉറപ്പാ കല്യാണി, ഇനി സരയു നമ്മളെ ഇത് സ്നേഹിക്കുമെന്ന് തോന്നുന്നില്ല. അവൾക്കിപ്പോ മനോഹരനോട് പോലെ തന്നെ നമ്മളോട് ഭയങ്കര ദേഷ്യമുണ്ട്. അവിടെ നിന്ന് പോണോ എന്നൊക്കെയാണ് അമ്മയടുത്തും അച്ഛനോട് അവള് പറയുന്നുണ്ടായിരുന്നത്. പിന്നെ അച്ഛനും അമ്മയെ സമാധാനിപ്പിച്ച് അവിടെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. നോക്കി കണ്ടു സംസാരിക്കേണ്ട കിരണേട്ടാ, അറിയാലോ സരയു പെട്ടെന്ന് ഇതൊക്കെ കേട്ട് കഴിഞ്ഞുള്ള അവസ്ഥ. അവൾക്കാണെങ്കിൽ അസുഖം പൂർണ്ണമായിട്ടും മാറിയിട്ടുമില്ല. എനിക്ക് മനസ്സിലായി കല്യാണി, എന്ത് പറയാനാ, അബദ്ധവശാൽ അത് പറഞ്ഞു പോയി. പോട്ടെ, കുഴപ്പമില്ല. നാളെ അവള് കമ്പനിയിലേക്ക് വരുമ്പോ ഞാൻ അവളെ കണ്ട് സംസാരിക്കാം. കിരൺ പറയണ്ടേ, എന്തായാലും അവൾക്ക് മനോഹറിന് വല്ലാത്ത ഒരു ഇഷ്ടക്കുറവുണ്ട്. അത് അവൾക്ക് കാരണമുണ്ടല്ലോ. മനോഹറിനെ പോലത്തെ ഒരാളെ ഇനി ആർക്കും ഇഷ്ടപ്പെടാൻ സാധിക്കില്ല. ഇനി മനോഹറിന്റെ കാര്യം പറഞ്ഞ് അവളെ നമുക്ക് ബുദ്ധിമുട്ടിപ്പിക്കേണ്ട കല്യാണി, അവളുടെ മാനസികാവസ്ഥ അറിയാലോ, അതുകൊണ്ട് അവളുടെ പാട്ടിനെ വിടാം എന്ന് കല്യാണിയും കിരണും തീരുമാനിക്കാട്ടോ. അതേസമയം നമ്മുടെ ദിലീപ് ആണെങ്കിൽ കിരണിനെ വിളിക്കുന്നുണ്ട്. അച്ഛന്റെ സഞ്ചയനവും കാര്യങ്ങളൊക്കെ 2 ദിവസത്തിനുള്ളിൽ കഴിയും, അതിനുശേഷം അടുത്ത ദിവസം തന്നെ നമുക്ക് വിവാഹം രജിസ്റ്റർ ചെയ്താലോ എന്ന് ദിലീപ് ചോദിക്കുകയാണ്. അപ്പൊ കിരൺ പറയണ്ട്, അത് നല്ലൊരു കാര്യമാണ്, ആദ്യം നമുക്ക് വിവാഹം രജിസ്റ്റർ ചെയ്യാം. ഞാൻ രജിസ്റ്റർ ഓഫീസിൽ വിളിച്ചു പറയാം, അച്ഛനെ പരിചയമുള്ള ആളാണ് രജിസ്ട്രാർ, അയാളെ വേണമെങ്കിൽ വീട്ടിൽ വന്ന് നമുക്ക് വേണമെങ്കിൽ മാരേജ് രജിസ്റ്റർ ചെയ്യും. ദിലീപ് ഒരു കാര്യം ചെയ്യും, അമ്മയും ദിലീപും കൂടിയിട്ട് എപ്പോഴാണെന്ന് ഇങ്ങോട്ടേക്ക് വന്നോളൂ, ആ ദിവസം തന്നെ രജിസ്ട്രാറെ വിളിച്ച് നമുക്ക് കയ്യോടെ മാരേജ് രജിസ്റ്റർ ചെയ്യാം. പിന്നീട് നമുക്ക് വിവാഹത്തിന്റെ ചെറിയൊരു ഫംഗ്ഷൻ പോലെ വേണ്ടപ്പെട്ടവരെ മാത്രം വിളിച്ചിട്ട് വിവാഹ ഫംഗ്ഷൻ നടത്താം. എന്നിട്ട് അതിന്റെ ഫോട്ടോസ് മാത്രം നമുക്ക് പുറത്തേക്ക് വിട്ടാൽ മതി. അപ്പോഴേക്കും എന്തായാലും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയത് കൊണ്ട് തന്നെ ഗംഗപ്രസാദിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുമല്ലോ. അത് കൊള്ളാൻ കേണേ, എന്തായാലും അച്ഛന്റെ ഇത് കാര്യങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ, ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിയട്ടെ, അതിനുശേഷം പിറ്റേ ദിവസം ഞാനും അമ്മയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കുക കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മുടെ ദിലീപിന്റെ അമ്മ വരുന്നുണ്ട്. കാർത്തുമോളാണോ എനിക്ക് സംസാരിക്കുന്നത്, നമ്മൾ കാർത്തിക് അല്ല ദിലീപാണ്. ശേഷം ദിലീപ് കാർത്തികിനെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. കാർത്തു, അമ്മക്ക് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഫോൺ നമ്മുടെ ദിലീപ് അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കണം. അമ്മയും ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ കാർത്തികയായിട്ട് സംസാരിക്കുന്നുണ്ട്. കാർത്തിക് സന്തോഷമാവാണ്. പിന്നീട് അവിടെ വീണ്ടും ഒരു കല്യാണത്തിന്റെ ആഘോഷവും കാര്യങ്ങളൊക്കെ തുടങ്ങുവാട്ടോ. പക്ഷെ ഇതൊന്നും തന്നെ ഗംഗപ്രസാദ് അറിയുന്നില്ല. ഗംഗയുടെ മനസ്സിൽ കല്യാണം മുടങ്ങി, ഇനി കല്യാണം നടക്കാനും പോകുന്നില്ല. ഇനിയിപ്പോ ആ കിരണിനെയോ കല്യാണിയോ അല്ലെങ്കിൽ കാർത്തികനെയോ ലക്ഷ്മി അമ്മേനെയോ ആരെയെന്ന് വെച്ചാൽ അവരെ കൊന്നിട്ട് ഇവിടെ നിന്ന് സ്ഥലം വിടുക, പിന്നീട് സ്വത്തുക്കളൊക്കെ തന്റെ പേരിലാകാം, വളരെ എളുപ്പമാണ്. എന്തായാലും അവൾ ഇനി അറിഞ്ഞുകൊണ്ട് ആരും വിവാഹം കഴിക്കാൻ പോകുന്നില്ല. ഇനിയൊരു വിവാഹത്തെ കുറിച്ച് അവളും ആലോചിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗുണ്ടകത്തൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തോടെ ചിരിച്ച് രസിച്ചിരിക്കുകയാണ് ഗംഗപ്രസാദ് കേട്ടോ. അങ്ങനെയാണ് ഗംഗപ്രസാദ് ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു വാർത്ത വരുന്നത്. കാർത്തികയുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം. പക്ഷെ ആരാണ് വിവാഹ പയ്യനെന്ന് നമ്മുടെ ഗംഗപ്രസാദ് അറിയുന്നില്ല കേട്ടോ. അങ്ങനെ ഗംഗ കൂട്ടുകാരികൾക്ക് പറയണ്ടേ, അവളുടെ വിവാഹം കഴിഞ്ഞെന്നോ, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവളുടെ വിവാഹം ഉറപ്പിച്ച പയ്യന്റെ അമ്മായി, അതായത് പയ്യന്റെ അച്ഛൻ മരിച്ചിട്ട് പോലും ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ട് പോലും ആരാടാ അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി വന്നത്? അവൻ എന്തായാലും അവളെ വിവാഹം കഴിക്കാൻ പാടില്ല. ഇപ്പൊ വിവാഹം രജിസ്റ്ററിലേ ചെയ്തിട്ടുള്ളൂ, വിവാഹം കഴിക്കാൻ പാടില്ല. അതിന് അവന്റെ കൈ പൊങ്ങരുത്, അവന്റെ കൈയും തലയും വെട്ടിയെടുക്കണം. എനിക്കിനി ജീവിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്, അവൻ ആരാന്ന് അറിയണം എന്നൊക്കെ ഗംഗ ഇങ്ങനെ പറയുന്നുണ്ട്.
അങ്ങനെ കല്യാണമൊക്കെ രജിസ്റ്റർ മാരേജ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ കാർത്തികയും അതുപോലെ തന്നെ ദിലീപും കൂടി നേരെ ബീച്ചിലേക്ക് പോവാണ്. വേറൊന്നല്ല, അവിടെ വെച്ചിട്ട് കുറച്ച് കല്യാണ ഫോട്ടോസിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിട്ടാണ് അങ്ങോട്ടേക്ക് പോണത്. അങ്ങനെ ഗംഗ അറിയുന്നുണ്ട് കാർത്തികയും അതുപോലെ തന്നെ കാർത്തികന്റെ വിവാഹം കഴിച്ച പയ്യനും കൂടി ബീച്ചിലേക്ക് വരുന്നുണ്ടെന്ന്. അത്ര തന്റെ ഉള്ളവൻ ആരാണെന്ന് ഒന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഗംഗ ഒരു വണ്ടി ഒപ്പിക്കാണ്. ഏതൊരു പാവപ്പെട്ടവൻ കാർ ഓടിച്ചിരുന്ന പാവപ്പെട്ടവന്റെ കാർ തടഞ്ഞു നിർത്തി അയാൾ ഇടിച്ച് പഞ്ചറാക്കി ആ കാറായിട്ടാണ് ഗംഗയും കൂട്ടാളികളും കൂടി നേരെ ബീച്ചിലേക്ക് പോണേട്ടോ. അപ്പൊ അവിടെ കാർത്തികയുണ്ട്. ഗംഗ നോക്കുമ്പോഴേക്കും കാർത്തിക മാത്രല്ല, കാർത്തികനെ വിവാഹം കഴിക്കാൻ പോണ പയ്യനും അവിടേക്ക് വരുന്നുണ്ട്. പയ്യനെ ഈ ദിലീപ് എന്ന് പറഞ്ഞ പയ്യനെ നമ്മുടെ ഗംഗ കണ്ടിട്ടുണ്ടെങ്കിലും ശരിക്കും അങ്ങോട്ട് കണ്ടിട്ടില്ല കേട്ടോ. അതായത് ചാനലുകളും കാര്യങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് കണ്ടില്ലല്ലോ. അപ്പൊ ദിലീപ് ഇങ്ങനെ പുറകെ തിരിഞ്ഞിട്ടാണ് വരുന്നത്. ഇത് ആരാണിതെന്ന് ഇങ്ങനെ ഗംഗ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് ദിലീപാണെന്ന് മനസ്സിലാവുന്നത്. അപ്പൊ എല്ലാവരും കൂടി എന്നെ കണ്ണ് പൊത്തിച്ചു കെട്ടി പറ്റിക്കുമായിരുന്നല്ലേ. ഞാൻ അങ്ങോട്ട് എടുത്ത തന്ത്രം അതിങ്ങളിപ്പോ എന്റെ അടുത്തേക്ക് എടുക്കാണ്. എന്തൊക്കെയായിരുന്നോ, നുണ പറയില്ല, സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പറ്റിച്ച് കബളിപ്പിച്ച് ഇവൻ തന്നെയാണ് ഇവിടെ വിവാഹം കഴിച്ചത്. അവനെ വെച്ചൂടാ, അവനിനി ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ പാടില്ല. അവനും അവള് സുഖിച്ച് ജീവിക്കാന്ന് വിചാരിച്ചു. കല്യാണം കഴിഞ്ഞ് ഹണിമൂണിന് ഇന്ത്യ വിട്ടു പോകാനാ അവരുടെ പ്ലാന്. അതൊന്നും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഗംഗ നേരെ ബീച്ചിലേക്ക് ഇറങ്ങാണ്. ആ സമയത്ത് നമ്മുടെ ദിലീപ് കാർത്തിയുടെ കഴുത്തിലേക്ക് ഇങ്ങനെ താലി ചാർത്തുവാട്ടോ. താലി ചാർത്തുക മാത്രല്ല, നെറ്റിയിൽ സിന്ദൂരവും അണിയുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ആകെ കലി പൂന്ത് ഗംഗപ്രസാദ് അവിടെ വരുമ്പോഴേക്കും അവിടെ ഒരുപാട് പേരുണ്ടെന്ന് അറിയാം. ഒന്നില്ലെങ്കിൽ താൻ മരിക്കും, അല്ലെങ്കിൽ കാർത്തികനെയോ അല്ലെങ്കിൽ കല്യാണം കഴിച്ചിരിക്കുന്ന ദിലീപിനെയോ ആരെങ്കിലും ഒരാളെ കൊല്ലും. താൻ മരിക്കണമെങ്കിൽ മരിക്കട്ടെ, എങ്കിലും കാർത്തികനെ കൊന്നിട്ട് മരിക്കുകയാണെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിക്കാണ്. അങ്ങനെ കാർത്തികനെ കൊല്ലാൻ വേണ്ടി തന്നെ ഗംഗപ്രസാദ് ബീച്ചിലേക്ക്, അതായത് കടപ്പുറത്ത് അവരുടെ അടുത്തേക്ക് വരുവാട്ടോ. പിന്നീട് ഗംഗക്ക് തന്നെ തോന്നുവാണ് ഇനി തന്നെ കൊണ്ട് ഒന്നിനു പറ്റും. താൻ ഇത് ഇത്രയൊക്കെ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്വത്തുക്കൾക്കും പണവും, തനിക്ക് ലാവിഷായിട്ട് ജീവിക്കാൻ, സ്റ്റെഫിയുടെ കൂടെ പുറത്തിറങ്ങി സന്തോഷത്തോടെ ജീവിക്കാൻ. പക്ഷെ അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല. പിന്നെ എന്തിനാണ്? എന്തായാലും താൻ മരിക്കാൻ പോവാണ്. ഒന്നില്ലെങ്കിൽ കിരൺ, അല്ലെങ്കിൽ ആ മൂപ്പന്റെ മരുമോൻ വേലു, അതുപോലെ തന്നെ കല്യാണി, അങ്ങനെ കുറെ പേര് തന്നെ കൊല്ലാൻ വേണ്ടി നിരനിരയായിട്ടിരിക്കുകയാണ്. ആരാണ് തന്നെ കൊല്ലുന്നതെന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അതിനേക്കാൾ നല്ല തന്നെത്താനെ മരിച്ചൂടെ? അതെ, അതന്നെയാ നല്ലത്. ഒരു ബീവിനെ പോലെ മരിക്കണേന്ന് അറിയാം, പക്ഷെ എങ്കിലും അവരുടെ കൈകൊണ്ട് മരിക്കരുത്, തന്റെ കൈകൊണ്ട് മരിക്കണേ നല്ലതെന്ന് വെച്ചിട്ട് ഗംഗപ്രസാദ് തനിയെ മരിക്കാൻ വേണ്ടി ശ്രമിക്കാട്ടോ. അപ്പോ കാർത്തിക നമ്മുടെ ഗംഗനെ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് പ്രാവശ്യം സ്വന്തം ചേട്ടനായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. ചേട്ടനെ പോലെ തന്നെയാണ് കാർത്തിക കണ്ടത്. പിന്നീട് ആണല്ലോ കാർത്തികനെ ഉപദ്രവിക്കാൻ വേണ്ടി ഗംഗപ്രസാദ് തുടങ്ങിയത്. അപ്പോ ചേട്ടാന്ന് മാത്രമേ കാർത്തിക ഗംഗനെ ഇതുവരെ വിളിച്ചിട്ടുള്ളൂ. ചേട്ടൻ തന്നെ വിളിച്ചിട്ടുള്ളൂ. ഇപ്പോഴാണ് ഗംഗ എന്ന് പറഞ്ഞത്. ആദ്യമൊക്കെ തന്റെ ചേട്ടൻ എന്നാണ് പറയേണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ കാർത്തിക നമ്മുടെ ചേട്ടൻ എന്ന രീതിയിൽ തന്നെ ഗംഗയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്താണ് താൻ മര്യാദക്കായിരുന്നെങ്കിൽ തന്റെ ഈ പെങ്ങളെ ഒന്ന് സ്വീകരിച്ചിരുന്നെങ്കിൽ തനിക്ക് സ്വത്തിന്റെ പകുതിയെങ്കിലും കിട്ടിയാനെ എന്നുള്ള കുറ്റബോധം നമ്മുടെ ഗംഗക്ക് തോന്നി തുടങ്ങണം കേട്ടോ. എന്തായാലും നല്ല അടിപൊളി ഭാഗമാണ് ഇനി വരാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.